ഒരു ടൈഗർ റിസർവിനകത്ത് നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യമാണ് ആനമല ടൈഗർ റിസർവിൻ്റെ ടോപ്പ് സ്ലിപ്പിലുള്ള അമ്പുള്ളി ഇല്ലം. ഇവിടെ അമ്പുള്ളി ഇല്ലം മാത്രമല്ല, മറ്റ് താമസ സൗകര്യത്തിനും ഇവിടെ വളരെയധികം പ്രൈസ് കുറവാണ്. താരതമ്യേന മറ്റ് കാടുകളിലും മറ്റ് ടൈഗർ റിസർവിലൊക്കെയുള്ള താമസ സൗകര്യത്തിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ പ്രൈസ് വളരെയധികം കുറവാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു ചിറ്റാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താമസ സൗകര്യത്തിനെ കുറിച്ചിട്ട്. അതും ഈ അമ്പുള്ളി ഇല്ലത്തിനോട് ചേർന്നിട്ട് തന്നെയാണുള്ളത്. ഈ അമ്പുള്ളി ഇല്ലം എന്ന് പറയുന്നത് കാടിൽ നിന്നും ഒരു 2 കിലോമീറ്റർ വീണ്ടും ഉള്ളിലേക്ക് വന്നിട്ട് വേണം നമ്മൾ ഈ അമ്പുള്ളി ഇല്ലം താമസ സൗകര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നല്ലൊരു മലമുകളിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തും 360 ഡിഗ്രിയിൽ വ്യൂ ആണ്. മാത്രമല്ല ഇതൊരു ടൈഗർ റിസർവിനകത്താണ് എന്നുകൂടി പ്രത്യേകതയുണ്ട്. വളരെ കുറഞ്ഞ നിരക്ക് എന്ന് പറയുമ്പോൾ 3500 രൂപയാണ് ഒരു റൂമിന് ചാർജ് വരുന്നത്. 2 പേർക്ക് നമുക്ക് ഈ ഒരു പ്രൈസിൽ ഇവിടെ താമസിക്കാൻ വേണ്ടി പറ്റും. ഇനി എക്സ്ട്രാ ഒരാളുണ്ടെങ്കിൽ നമ്മൾ 1000 രൂപ ഒരാൾക്ക് പേ ചെയ്യണം. അങ്ങനെ ഇതിനകത്ത് 4 റൂമുകളാണുള്ളത്. താമസ സൗകര്യത്തിന് മാത്രമാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി ഓർഡർ ചെയ്യണം. നമുക്ക് നോൺ വെജ് ആണ് വേണ്ടത് എങ്കിൽ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവരത് കുക്ക് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമ്പുള്ളി ഇല്ലത്തിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ വാഹനം പാർക്ക് ചെയ്യേണ്ടത് ഇവിടെ 2 ഷട്ടറുകളുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് പാർക്ക് ചെയ്യണം. ശേഷം നമ്മളത് ഡോറ് ക്ലോസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തും ഒട്ടനവധി മൃഗങ്ങൾ വരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും ആന, കരടിയൊക്കെ എല്ലായ്പ്പോഴും ഇവിടെ കാണാറുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. നമുക്കെന്തായാലും പോയ സമയത്ത് അതിൻ്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനം കേടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഈ വാഹനം ഈ ഷട്ടറിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഡോർ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഈ കോമ്പൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തു പോകാൻ വേണ്ടി പാടില്ല. മറ്റ് ഒട്ടനവധി മൃഗങ്ങളുള്ളത് കാരണം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായിട്ട് നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഈ കോമ്പൗണ്ട് വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പാടില്ല. പുറത്തുള്ള മൃഗങ്ങളെ കണ്ടിട്ട് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഫൈൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ താമസ സൗകര്യം തന്നെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് പോകേണ്ടി വരും. കാരണം ഇതൊരു ടൈഗർ റിസർവ് കൂടിയാണ്. ഇനി നമ്മൾ താമസിക്കുന്ന റൂമൊന്ന് നമുക്കൊന്ന് കാണാം. നമുക്ക് താഴത്തെ ഫ്ലോർ എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയ ആണ്. റൂമുകളെല്ലാം ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 4 റൂമുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു റൂമിൽ മാക്സിമം 3 ആൾക്കാണ് താമസിക്കാൻ വേണ്ടി പറ്റുക. 2 ആൾക്കാണ് നമ്മൾ ആദ്യം പേ ചെയ്യുക. പിന്നെ ഒരാളെ എക്സ്ട്രാ ബെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1000 രൂപ അടയ്ക്കണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് കേട്ടോ. എല്ലാം നല്ല വലിയ റൂമുകളാണ്. എല്ലാ റൂമിലും 2 ജനവാതിലുകൾ വീതമുണ്ട് കേട്ടോ. 2 ജനവാതിലുകളിലൂടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എല്ലാ ഭാഗത്തേക്കും വ്യൂ. അങ്ങനെയാണ് ഈ റൂമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 റൂമൊന്നും ഇതുപോലെ തന്നെ സെയിം വ്യൂ ആണ് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ള പ്രത്യേകതയാണ് നമുക്ക് ഈ അമ്പുള്ളി ഇല്ലത്തിൻ്റെ നിർമ്മാണത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റും. മൃഗങ്ങൾ വന്നാലൊക്കെ നമുക്ക് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. റൂം ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ. ആ മലേൻ്റെ മുകളിലൊക്കെ പലപ്പോഴായിട്ട് കോടിറങ്ങി വരുന്നത് കാണാൻ വേണ്ടി പറ്റും. നല്ല ഭംഗിയാണ്. രാത്രിയായി കഴിഞ്ഞാൽ നല്ല തണുപ്പുമാണ്. നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ കഴിഞ്ഞാൽ പിന്നെ ടെറസിലാണ്. ടെറസിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്. ടെറസിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ 360 ഡിഗ്രിയിൽ കുറച്ചുകൂടെ ഉയരത്തു നിന്ന് കാണാൻ വേണ്ടി പറ്റും. സാധാരണ നമുക്ക് അമ്പുള്ളി ഇല്ലത്തിൻ്റെ താഴെ ഇരുന്നാൽ തന്നെ കാഴ്ചകൾ കാണാം. പക്ഷേ ഇതിനോട് ചേർന്നിട്ട് വല്ല മൃഗങ്ങളോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെറസിൽ കയറിയാൽ തന്നെ ഇവയൊക്കെ നല്ലോണം കാണാൻ വേണ്ടി പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് നല്ല ടെലി ലെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരുപാട് ബേഡ്സ് ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് വരാനുള്ളത് കരടികളൊക്കെയാണ്. സാധാരണ മരത്തിൻ്റെ സൈഡിലൊക്കെ കരടികളൊക്കെ വരാറുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമുക്കെന്തായാലും സൈറ്റിങ് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മാത്രമല്ല ടൈഗർ ഉണ്ട്. നമുക്ക് നല്ല ടൈഗറിൻ്റെ ശബ്ദങ്ങളൊക്കെ കിട്ടി കേട്ടോ. ടൈഗറിൻ്റെ മേറ്റിംഗ് കോള്, അതുപോലെ തന്നെ ആന,
ആ സൈറ്റിംഗ് ഒക്കെ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ചിലതൊക്കെ ഫോട്ടോസാണ്, ചിലതൊക്കെ വീഡിയോസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രാത്രിയും ഇതിൻ്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാൽ താഴെയുള്ള ആനേനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പലപ്പോഴായിട്ട് ഇവിടേക്ക് ആന വരാറുണ്ട്. ആനയാണ് ഇവിടുത്തെ മെയിൻ ആളുകൾ. ആനയും കരടിയും രണ്ടും ഇങ്ങോട്ട് എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് അവർ നേരത്തെ പറഞ്ഞത് നിങ്ങളുടെ വാഹനം ആ ഷട്ടറിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യണം. മാത്രമല്ല നമ്മളിതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ അവർ ഈ ഫ്രണ്ട് ഡോറും ക്ലോസ് ചെയ്യും കേട്ടോ. ഇനി അമ്പുള്ളിയിലത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ടോപ്പ് സ്ലിപ്പിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് 2 കിലോമീറ്റർ കാടിനകത്തിലൂടെ വന്നു കഴിഞ്ഞാൽ അമ്പുള്ളിയിലത്തിലെത്താം. നമുക്ക് അമ്പുള്ളിയിലത്തിലേക്ക് വരുന്ന വഴിയിൽ അതുപോലെ നല്ല കാഴ്ചകൾ കാണാം കേട്ടോ. വൈൽഡ് ഡോഗാണ്, ദോൾ എന്നൊക്കെ പറയും. വൈൽഡ് ഡോഗ് അല്ലെങ്കിൽ കാട്ടുപട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സാധനം. ഇവർ കൂട്ടമായിട്ടാണ് ഉണ്ടാവുക. കൂട്ടമായിട്ട് മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതാണ് ഇവരുടെ രീതി. മൃഗങ്ങളെ മാത്രമല്ല കേട്ടോ, നമ്മളെയൊക്കെ അവർ അറ്റാക്ക് ചെയ്യും. ഇതൊരു രണ്ടും പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാൾക്കും അങ്ങനെ പേടിയൊന്നുമില്ല. അവർ നമ്മുടെ വാഹനത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. നമ്മുടെ വാഹനം കുറേ നേരം അവിടെ നിർത്തിയിട്ടിട്ടും അവർ നമ്മുടെ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്നു. പിന്നെ വാഹനം കുറച്ച് മുന്നോട്ട് എടുത്തപ്പോഴാണ് അവർ താഴോട്ട് ഇറങ്ങിപ്പോയത്. ഈ അമ്പുള്ളിയിലത്തിലേക്ക് പോകുന്ന വഴിയിലൂടെ തന്നെയാണ് സഫാരി വെഹിക്കിളും പോകുന്നത്. ആനമല ടൈഗർ റിസർവിൽ സഫാരി വെഹിക്കിൾ ഉണ്ട്. ഈ സെയിം വഴിയിലൂടെ തന്നെയാണ് അവർ പോകുന്നത്. ഈ വഴിയിലൂടെ കാഴ്ചകൾ തന്നെയാണ് അവർ സഫാരിയിൽ യാത്രക്കാരെ കാണിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല ഇതിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് എലിഫൻറ്റ് ക്യാമ്പിൽ എത്താൻ വേണ്ടി പറ്റും. ആനമല ടൈഗർ റിസർവിൻ്റെ കീഴിൽ ഒരു എലിഫൻറ്റ് ക്യാമ്പ് ഉണ്ട്. പക്ഷേ അത് ടെമ്പററി ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അത് എന്തോ മെയിൻ്റനൻസ് വർക്കോ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അതിപ്പോൾ ഓപ്പൺ അല്ല. പക്ഷേ നമുക്ക് സഫാരിക്ക് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. സഫാരി വെഹിക്കിൾ അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ അതിന് വേറെ പൈസ നമ്മൾ ടോപ്പ് സ്ലിപ്പിലുള്ള ഇൻഫർമേഷൻ സെൻറ്ററിൽ അടയ്ക്കണം. എനിക്ക് തോന്നുന്നത് 230 രൂപയോ അങ്ങനെ എന്തോ ആണ്. നമ്മുടെ എല്ലാത്തിനും ഇവിടെ വേറെ പൈസ അടയ്ക്കണം കേട്ടോ. താമസത്തിന് മാത്രമാണ് നമുക്ക് ഇവിടെ പൈസ നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കുന്നത്. ATR പൊള്ളാച്ചി എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മുടെ ഇവിടെ ബുക്ക് ചെയ്യേണ്ടത്. ഈ കാണുന്ന ആനക്കൂട്ടം നമുക്ക് അമ്പുള്ളിയിലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. രാത്രി മുതലേ അവരിവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ അവരെ കണ്ടു. സാവധാനം നമ്മുടെ അമ്പുള്ളിയിലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. ഇപ്പോൾ രാവിലെ അത് നമ്മുടെ അമ്പുള്ളിയിലത്തിൻ്റെ തൊട്ടടുത്താണുള്ളത്. അവരെ കൂടെ ഒരു കുട്ടിക്കൊമ്പനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു ആനക്കൂട്ടം തന്നെയാണ്. ഇവരെ രാത്രി കടുവേനെ ഓടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി വരുന്നത് നമ്മൾ കണ്ടിരുന്നു. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് കടുവേനെ കാണാൻ വേണ്ടി പറ്റി. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോസൊക്കെ അമ്പുള്ളിയിലത്തിനോട് ചേർന്നിട്ട് ഞങ്ങൾ കണ്ട സൈറ്റിംഗ് ഒക്കെയാണ് കേട്ടോ. ഞങ്ങളത് ഫോട്ടോയിൽ പകർത്തി ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുകയാണ്. ഇതാ നിങ്ങൾ കേട്ടതാണ് കടുവേൻ്റെ മേറ്റിംഗ് കോൾ. ഇന്നലെ രാത്രി നമ്മൾ അമ്പുള്ളിയിലത്തിനോട് ചേർന്നിട്ട് കടുവേനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ. കടുവേൻ്റെ ശബ്ദം കേട്ടിട്ട് നോക്കിയപ്പോഴാണ് കടുവേനെ കണ്ടത്. പക്ഷേ അതിനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പാകത്തിനുള്ള ഒരു ഫ്രെയിമിൽ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും അതിൻ്റെ ശബ്ദമൊക്കെ നമ്മൾ കേട്ടു. അങ്ങനെ നമ്മൾ ഈ അമ്പുള്ളിയിലത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ATR പൊള്ളാച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത്. ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൺലൈനായിട്ട് പൈസ അടയ്ക്കണം. ഓൺലൈനായിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ മെയിൽ വരും. നമ്മുടെ ബുക്കിംഗ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കൺഫർമേഷൻ മെയിൽ വരും. ആ കൺഫർമേഷൻ മെയിലാണ് നമ്മുടെ ഇവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്.